റമദാൻ കാലമാണ്. ഇതിൽ റമദാൻ വിഭവങ്ങളുടെ വിൽപ്പന തകർക്കുന്ന കോഴിക്കോട്ടെ തെരുവോരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. നോമ്പ് തുറക്കാനുള്ള തരിക്കഞ്ഞിയും പഴങ്ങളും വിഭവങ്ങളുമെല്ലാം തെരുവോരങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും യഥേഷ്ടം ലഭ്യമാണ്. ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ഉന്നക്കായ, സമൂസ, ചട്ടിപ്പത്തിരി, മസാല ചട്ടിപ്പത്തിരി, കായ്പോള, ബ്രെഡ് പോക്കറ്റ് എന്നിങ്ങനെ വിവിധ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. കുറ്റിച്ചിറ, ഫ്രാൻസിസ് റോഡ് മേഖലകളിലെ തെരുവോരങ്ങളിൽ വിഭവങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ വീടുകളിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് വഴിയോരത്ത് വിൽപ്പനയ്ക്കെത്തുന്നത്. രാവിലെ 7 മുതൽ വിഭവങ്ങൾ തയ്യാറാക്കി തുടങ്ങും. ചൂടോടെ നൽകേണ്ടവ വൈകിട്ടേ പാകം ചെയ്യൂ. 3 മണി മുതൽ കടകളിലും താൽക്കാലികമായ കടകളിലും വിഭവങ്ങൾ ലഭ്യമാകും. 8 മണി വരെ കടകൾ തുറന്നിരിക്കും. എങ്കിലും നോമ്പ് തുറയ്ക്ക് മുമ്പ് തന്നെ എല്ലാം വിറ്റുതീരും. 4 മണിയാകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യും. അത്യാവശ്യം നല്ല ക്രൗഡ് വരലുണ്ട്. നമുക്ക് ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ക്ലോസിംഗ് ആവും. പിന്നെ സ്നാക്സ് നമ്മൾ കൗണ്ടറിലോട്ട് കയറ്റും. പിന്നെ രാത്രി നമ്മൾ ചായ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു 30-നടുത്ത് വിഭവങ്ങൾ ഡെയിലി വരലുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് കട്ട്ലേറ്റ് ഉണ്ട്, കുനാഫ, പിന്നെ ബാവുബണ്ണ് അറിയും അതാണ്, പിന്നെ ഉന്നക്കായ ഉണ്ട്, പിന്നെ കിളിക്കൂടുണ്ട്, മസാല ചട്ടിപ്പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് മസാല ചട്ടിപ്പത്തിരി, സമൂസ, കട്ട്ലേറ്റ് ഒക്കെയാണ് കൂടുതൽ സെയിലാവുന്നത്. 7 രൂപയുടെ വെജിറ്റബിൾ സമൂസ മുതൽ 100 രൂപയുടെ പള്ളിക്കറി, നെയ്ച്ചോർ, ബിരിയാണി വരെ ലഭ്യമാണ്. വിവിധ മാളുകളിലും നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിൽ തന്നെ നോമ്പു തുറക്കാനും സൗകര്യമുണ്ട്. യാത്ര ചെയ്യുന്നവർക്കും സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.